അവിടെ വളരുന്ന ഓരോ കുട്ടിക്കും ആത്മാഭിമാനം ഉണ്ടാവണം. അവിടെ വളർത്തുന്ന ഓരോ സംഘടനാ ഭാരവാഹിക്കും തോന്നണം, കഴിഞ്ഞ വർഷം ഈ സമയത്ത് എന്തെല്ലാമാണോ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് പോയത്, അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന് ഈ വർഷം പുറത്തേക്ക് പോയി. നേരത്തെ ഞാൻ ഭഗവത്ഗീതയിലെ ശ്ലോകം മുഴുവനും പറഞ്ഞില്ലല്ലോ. ഉദ്ധരേതാത്മനാത്മാനം, അവനവനെ അവനവൻ ഉദ്ധരിക്കുക. ഡെവലപ്പ് യുവർ സെൽഫ്, പ്രോഗ്രസ് യുവർ സെൽഫ്, മാർച്ച് ഫോർവേഡ് ഫോർ യുവേഴ്സ്, മാർച്ച് ഫോർവേഡ് ബൈ യുവർ സെൽഫ്. അവനവനെ അവനവൻ അപകീർത്തിപ്പെടുത്താതിരിക്കുക. ന ആത്മാനം അവസാദയേ, നമുക്ക് ആത്മബലത്തോടുകൂടി ശക്തിയോടുകൂടി ഓരോ സ്ക്വയർ മീറ്ററും പ്രവർത്തിക്കാനായിട്ട് ഇവിടെ സ്ഥലം കണ്ടെത്തിയിട്ട് ഇവിടെ നിന്ന് പലതും പുറത്തേക്ക് പോയിട്ട് നമുക്ക് അപകർഷതാബോധമില്ലാത്ത വിധത്തില് നമ്മളെ നമ്മൾ തളർത്താതെ തകർക്കാതെ നമ്മൾ ഉയരാൻ ശ്രമിക്കുമ്പോഴും ഓർമ്മിക്കാം, ആത്മൈവ ഹ്യാത്മനോ ബന്ധു, അവനവന്റെ ഏറ്റവും അടുത്ത ബന്ധു അവനവൻ തന്നെയാണ്. ആത്മൈവ ഹ്യാത്മനോ ബന്ധു, എൻ്റെ ഏറ്റവും അടുത്ത ബന്ധു ഞാൻ തന്നെയാണെന്നും, ആത്മൈവ രിപുരാത്മന, അവനവന്റെ ഏറ്റവും അടുത്ത ശത്രു അവനവൻ തന്നെയാണെന്നും തിരിച്ചറിയുക. തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രം ഉണ്ടാക്കണമെന്ന് ശ്രീനാരായണ ഗുരുദേവന് തോന്നിയപ്പോൾ അവിടെ ഉള്ളവരെല്ലാം ഐകകണ്ഠ്യമായിട്ട് എതിർത്തു, ഏകകണ്ഠമായിട്ട് എതിർത്തു. എന്താ അവർ പറഞ്ഞത്? തലശ്ശേരിയിലെ ജനത കുറെ വിദ്യാഭ്യാസമുള്ളവരാണ്, അവർ നല്ല ബുദ്ധിമാന്മാരാണ്, അവർക്ക് ഈ അമ്പലത്തിന്റെ വ്യർത്ഥത അറിയാം, ഇവിടെ അമ്പലത്തിന്റെ ആവശ്യമേ ഇല്ല എന്ന് നാരായണ ഗുരുദേവനോട് അടിവരയിട്ട് അവിടെയുള്ളവർ പറഞ്ഞു. ഗുരുദേവൻ ശാന്തമായിട്ട് അവരോട് പറഞ്ഞത്, ക്ഷേത്രം ആവശ്യമാണ്. ക്ഷേത്രം ആവശ്യമല്ലാത്ത നിലവാരത്തിലേക്ക് ജനത വളരുന്നത് വരെ ആ ക്ഷേത്രം ആവശ്യമാണ്. നിങ്ങൾക്ക് ക്ഷേത്രം വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, ക്ഷേത്രം വേണമെന്ന് തോന്നുന്നവര് ക്ഷേത്രത്തെ ഉണ്ടാക്കിക്കൊള്ളും. ക്ഷേത്രത്തെ ഉണ്ടാക്കിക്കൊള്ളും. നിങ്ങൾ പുറത്തൊരു ഭണ്ഡാരം വെക്കുക, എത്ര പേർക്കാണോ ഇവിടെ ക്ഷേത്രം വേണമെന്ന് തോന്നുന്നത് അത്രയും പേര് സഹകരിക്കട്ടെ. ആദ്യത്തെ ദിവസം 1800 രൂപയാ വീണത് അവിടെ. 1800 രൂപ എന്ന് പറഞ്ഞാൽ 10, 60, 70, 75 വർഷങ്ങൾക്ക് മുമ്പ്, ഈവൻ 80 വർഷങ്ങൾക്ക് മുമ്പ് അത്ര സ്മോൾ എമൗണ്ട് ഒന്നുമല്ല. അത്രയും എമൗണ്ട് കളക്ട് ചെയ്ത് അവിടെ നിന്ന് അദ്ദേഹം പ്രവർത്തിച്ചു. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചും നമ്മുടെ മാർഗത്തെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ അവനവൻ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് അവനവനോട് ചോദിക്കാം, എൻ്റെ സ്ഥാപനത്തിൽ ഇന്ന് എത്ര മിനിറ്റ് ഞാൻ ചെലവഴിച്ച് അതിനെ വളർത്തി, എന്ത് വളർച്ചയുണ്ടായി. എൻ്റെ അനിയൻ തമാശന് പറയാറുണ്ട്, കഴിഞ്ഞ മാസം ഈ ജൂൺ മാസത്തിൽ എൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധത്തിന്, അച്ഛൻ്റെ ആനിവേഴ്സറിക്ക് ഞങ്ങൾ പ്രദേശമെല്ലാം ഒരുമിച്ച് കൂടും. ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ ജൂണിലാവുമ്പോൾ, ചേട്ടാ ഞാൻ കഴിഞ്ഞ 28 വർഷമായി ശബരിമലയിലേക്ക് പോവാറുണ്ട്. ചേട്ടൻ പോയിട്ടില്ലല്ലോ. വളരെ നന്നായി അറിയാം. ഏതായാലും അത് നിനക്ക് സാധിച്ചത് വലിയ അച്ചീവ്മെന്റാ. ഒരു മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വെറുതെ ചോദിച്ചു, 28 പ്രാവശ്യം ശബരിമലയിൽ പോയാൽ നിനക്ക് എന്ത് മാറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? എനിക്ക് ഒരു മാറ്റവും എനിക്കുണ്ടായിട്ടില്ല. പിന്നെ ശബരിമലയിലേക്ക് 28 പ്രാവശ്യം പോയതുകൊണ്ട് എന്താ പ്രയോജനം? അപ്പൊ 28 പ്രാവശ്യം പോയിട്ടും എനിക്ക് ഒരു മാറ്റവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അതിലേക്ക് പോകുന്നത്? ആ പോകുന്നത് ശബരിമല ശാസ്താവിനെ സന്തോഷിപ്പിക്കാനാണോ? അല്ലല്ലോ. നമ്മളിൽ മാറ്റം ഉണ്ടാവാനല്ലേ. ആ മാറ്റം നമ്മളിൽ ഉണ്ടാവുന്നത് നമ്മുടെ വീട്ടിൽ പ്രതിഫലിക്കണം, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട സംഘടനയിൽ പ്രതിഫലിക്കണം, നമ്മളിൽ പ്രതിഫലിക്കണം. മറ്റൊരർത്ഥത്തിൽ നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, നമ്മുടെ കുടുംബം, നമ്മുടെ സമൂഹം, നമ്മുടെ രാഷ്ട്രം, 5 ഘടകത്തില് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി റിഫ്ലക്റ്റ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ വളരേണ്ടത്. നമ്മൾ തന്നെ ഒരു ഗ്രാഫ് വരച്ച് നോക്കുക. ശരിക്കും ഞാൻ ചിലപ്പോൾ ചിലരോട് പറയാറുണ്ട്, വളർച്ച
അറിയണമെങ്കിൽ കഴിഞ്ഞ വർഷം ഈ ദിവസം ആ സ്ഥാപനം എങ്ങനെയുണ്ടായിരുന്നു, അതിൻ്റെ മുമ്പിലത്തെ വർഷം ഈ ദിവസം ആ സ്ഥാപനം എങ്ങനെയുണ്ടായിരുന്നു, അങ്ങനെ ഒന്ന് പുറകോട്ട് പോവുക. എന്നിട്ട് കുത്തിയിരുന്ന് ചിന്തിക്കുക, അടുത്ത വർഷം ഈ ദിവസം ഈ സ്ഥാപനം എങ്ങനെ ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തൊരു മാറ്റം ഉണ്ടാവുക. ഞങ്ങൾക്ക് അവിടെ ഒരു ലൈബ്രറി വേണമെന്ന് തോന്നി. അപ്പോൾ ഉടനെ അവിടുത്തെ ഇൻചാർജുള്ള ഡോക്ടർ പിള്ള പറഞ്ഞു, ഗോപാലകൃഷ്ണൻ സാറെ, പുസ്തകത്തിനൊക്കെ ഭയങ്കര വിലയാണ്, ഇവിടെയൊക്കെ ഒരു ലൈബ്രറി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. സർ, ലൈബ്രറി വേണോ വേണ്ടയോ എന്ന് ആദ്യം തീരുമാനിക്കാം, പിന്നെ ആലോചിക്കാം പുസ്തകത്തിന്റെ വില. ലൈബ്രറി വേണമെന്നുള്ളതിന് എന്താ സംശയമുള്ളത്? ഞങ്ങൾ അടുത്തൊരു വലിയ ബോക്സ് അവിടെ വെച്ചു. നിങ്ങൾ ഉപയോഗിച്ച നല്ല പുസ്തകങ്ങൾ ഇവിടെ നിക്ഷേപിക്കാം. 2 മാസം കൊണ്ട് 9700 പുസ്തകം കിട്ടി. 9700 ബുക്സ് 2 മാസം കൊണ്ട് കിട്ടി. അത്ര വലിയ ലൈബ്രറിയിൽ ഒരു പുസ്തകവും ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഒരു സംശയമായി, ഈ വന്നിരിക്കുന്ന പുസ്തകത്തിൽ കുറേ പുസ്തകം ആത്മീയ പുസ്തകങ്ങളാണ്, കുറേ പുസ്തകങ്ങൾ അക്കൗണ്ടൻസി ഉണ്ട്, ലോ ഉണ്ട്, എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു, സർ, നമുക്ക് മോഡേൺ ലൈബ്രറി വേറെ ആക്കാം, നമ്മുടെ ഹെറിറ്റേജ് ലൈബ്രറി വേറെ ആക്കാം. അടുത്ത 2 മാസം കൊണ്ട് 2 ലൈബ്രറി, ഇന്ന് നിങ്ങൾക്ക് അവിടെ വന്നാൽ നോക്കിയാൽ അറിയാം, ഇത്രയും വലിയ നാഷണൽ ഹെറിറ്റേജ് സെന്ററിൽ മോഡേൺ പുസ്തകം തന്നെ 12,000 ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് ഏതാണ്ട് 10,000-ഓളം ഹെറിറ്റേജ് പുസ്തകങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ പൈസ മുടക്കിയിട്ടല്ല ലൈബ്രറി ഉണ്ടാക്കിയത്. ആദ്യം ലൈബ്രറി വേണം, പിന്നെ അതെങ്ങനെ വേണം എന്നുള്ളൊരു തീരുമാനം. ആദ്യം സേവനം ചെയ്യണം, പിന്നെ അതെങ്ങനെ ചെയ്യണം, പിന്നെ നമ്മൾ തീരുമാനിച്ചു. കുറേ സ്കൂളുകൾക്ക് പുസ്തകം കൊടുക്കാം. കുറേ സ്കൂളുകൾക്ക് പുസ്തകം കൊടുക്കുമ്പോൾ ഓർമ്മിക്കാനുള്ളത്, ആ കുട്ടികളെയെല്ലാം സ്റ്റേജിൽ വിളിച്ചു വരുത്തിയിട്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെയോ വലിയ ഒരാളെയോ വിളിച്ച് ആ കുട്ടിയുടെ പേര് മൈക്കിലൂടെ വിളിച്ച് അവന് കുറെ പുസ്തകം കൊടുക്കരുത്. എന്താ കാരണം? ആ കുട്ടി അല്ലെങ്കിൽ തന്നെ ദരിദ്രവാസിയാണ്. ഞാൻ നെഗറ്റീവ് അർത്ഥത്തിൽ പറഞ്ഞതല്ല, ദാരിദ്ര്യത്തിൽ കഴിയുന്നത്. ആ കുട്ടിയെ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് ഇത്രയും നാട്ടുകാരുടെ മുമ്പിൽ അവൻ പരമദരിദ്രവാസിയാണെന്ന് കൂടി കാണിക്കാൻ. ഞാൻ ആ വാക്ക് നെഗറ്റീവ് അർത്ഥത്തിൽ ഉപയോഗിച്ചതല്ല. ആ കുട്ടി പാവപ്പെട്ട കുട്ടിയാണ്. അത് പാവപ്പെട്ടതാണെന്ന് ഈ സ്റ്റേജിൽ വിളിച്ചു വരുത്തിയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാതെ 155 സ്കൂളുകളിൽ 50 കുട്ടികൾ വീതം അവർക്ക് ആവശ്യമായിട്ടുള്ള നോട്ട് പുസ്തകങ്ങളും ടെക്സ്റ്റ് പുസ്തകങ്ങളും എത്ര രൂപയാകുമെന്ന് ചോദിച്ച് ആ പുസ്തകങ്ങൾ പ്രിൻസിപ്പാളെ മേടിച്ചേൽപ്പിച്ചു. ഇത് ചെവി അറിയരുത് ഈ പുസ്തകം കൊടുക്കുന്നത്. നമുക്ക് ഒരു പബ്ലിസിറ്റിയും വേണ്ട. നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികൾ പാവങ്ങൾ, അവർക്ക് ആവശ്യമുള്ളത് എത്തണം. ഇപ്പോഴും 15 സ്കൂളുകളുണ്ട്. നാളെ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാനില്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് വിളിച്ചു പറയും, ഗോപാലകൃഷ്ണൻ സാറേ, നാളെ പിള്ളേർക്ക് ചോറ് കൊടുക്കാനുള്ള അരിയില്ല, വിളിച്ചു പറയാൻ വിട്ടുപോയി. അവിടെ നിന്ന് നമ്മൾ ഫോണിൽ വിളിച്ച് അവിടുത്തെ ജനറൽ ഷോപ്പുകാരനോട് ഒരു ചാക്കരി കൊണ്ടുപോയിട്ട് സ്കൂളിലിടാൻ പറയും. ചെക്ക് പുറകെ വരുന്നുണ്ട്. അക്കൗണ്ട് തരികയാണെങ്കിൽ ഇപ്പം എമൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നമുക്ക് മിനിറ്റ് കൊണ്ട് ചെയ്യാനുള്ളൂ. അതിന് കമ്മിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. എത്രയോ കാര്യങ്ങൾ അൾട്രാ മോഡേൺ 21st സെഞ്ച്വറിയിൽ നമ്മളൊന്ന് മാറി ചിന്തിച്ചാൽ, നമ്മുടെ ചിന്തകളെ ഒന്ന് മാറ്റി ചിന്തിപ്പിച്ചാൽ സന്തോഷം തോന്നുന്ന വിധത്തിൽ, ആരുടെയും ക്രെഡിറ്റിനോ സർട്ടിഫിക്കറ്റിനോ വേണ്ടി ചെയ്യാൻ താല്പര്യമില്ലാത്തവർ, ഒരു പേരും വേണ്ട, ഒരു പ്രസിദ്ധിയും വേണ്ട, ഒന്നും വേണ്ടാതെ ചെയ്യാൻ താല്പര്യമുള്ള ആയിരക്കണക്കിന് ആൾക്കാർ ഇന്ന് കേരളത്തിലുണ്ട്. ഞാൻ അടിവരയിട്ട് പറയുന്നു, ആയിരക്കണക്കിന് ആൾക്കാർ ഇന്ന് കേരളത്തിലുണ്ട്. സർ, എന്താ ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ മതി. ഒന്ന് മാത്രമേ ഉള്ളൂ, ഡൊണേഷൻ കൊടുക്കാൻ തയ്യാറാണ്. അത് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാൻ ഞങ്ങൾക്ക് സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഒരിക്കൽ ആ സംഘടന നന്മ നിറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ എന്തു വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. ശരിക്കും അത്ഭുതം തോന്നാറുണ്ട്. ഞങ്ങൾ 4ാമത്തെ നിലയും 5ാമത്തെ നിലയും സ്കൂളിൻ്റെ പണിയാൻ വേണ്ടി പോയപ്പോൾ വെറുതെ എഴുതി വെച്ചു, ഇതാണ് 2 നില പണിയുന്നത്. ഒരാൾ വന്ന് പറഞ്ഞു, എൻ്റെ അമ്മയുടെ പേരിൽ ഒരു ക്ലാസ് റൂം ഇരുന്നോട്ടെ. അമ്മയുടെ പേരിൽ ഒരു ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ എമൗണ്ട് 10,000-10,000 രൂപയൊന്നും അല്ല. 650 സ്ക്വയർ ഫീറ്റാണ് ഒരു ക്ലാസ് റൂം CBSE നിയമപ്രകാരം. ആ ക്ലാസ് റൂമിലാണ് അവർ സ്പോൺസർ ചെയ്യാൻ മുമ്പോട്ട് വരുന്നത്. ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ അനുഭവങ്ങളും ഞങ്ങൾ ചെയ്തതും
ഇന്നുവരെ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. കാരണം എൻ്റെ അമ്മയെ ചികിത്സിക്കുന്നത് ഞാൻ മൈക്കിലൂടെ പറയേണ്ട കാര്യമില്ല. എൻ്റെ കുടുംബാംഗങ്ങളെയും നമ്മുടെ ബന്ധുക്കളെയും ചികിത്സിക്കുന്നതൊക്കെ പത്മശ്രീക്ക് വേണ്ടിയല്ല. പക്ഷേ നമ്മൾ ചെയ്യുന്നത് ലോകത്തിന് മാതൃകയാവണം. അതായിരിക്കണം. ലോകത്തിലെ ജനത ഇയാൾ പ്രോട്ടോകോൾ പാലിച്ചോ, ഇയാൾ കറക്റ്റ് മെജോറിറ്റി ഉപയോഗിച്ചിട്ടാണോ, ഇയാൾ വിളിച്ചു കൂട്ടിയ മീറ്റിങ്ങിൽ ഫോറോ ഉണ്ടോ, ഇതൊന്നും ലോക ജനതയ്ക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം വേണ്ട പോലെ ചെയ്ത് നമ്മുടെ സ്ഥാപനത്തെ അനുനിമിഷം വളർത്താൻ ഞങ്ങൾക്ക് അവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തില് വർഷത്തിൽ 12 തരത്തിലുള്ള പ്രസാദ കൊടുക്കാം. ജനുവരി 1 മുതൽക്ക് ജനുവരി 31 വരെ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പ്രസംഗമാണ് പ്രസാദമായിട്ട് കൊടുക്കാം. ഫെബ്രുവരി 1 മുതൽ ഫെബ്രുവരി 28 വരെ ഭഗവത്ഗീതയുടെ CD ആണ് പ്രസാദമായിട്ട് കൊടുക്കാം. മാർച്ച് 1 മുതൽക്ക് മാർച്ച് 31 വരെയും 6 ഉപനിഷത്തുക്കളുള്ള ഉപനിഷത്ത് ചൈതന്യധാര എന്ന CD ആണ്. കർക്കിടക മാസം വരുമ്പോഴത്തേക്കും രാമായണവും ചിങ്ങമാസം വരുമ്പോഴത്തേക്കും ശ്രീകൃഷ്ണന്റെയും ചരിതമാണ് CD പ്രസാദമായിട്ട് അമ്പലത്തിൽ നിന്ന് കൊടുക്കുക. അപ്പൊ ദേശാഭിമാനിയിൽ ഫ്രണ്ട് പേജിൽ വന്നു CD-യും അബ്ദുൽ കലാമിന്റെ നോട്ടീസും പ്രസാദം കൊടുക്കുന്നതായിട്ടുള്ള അമ്പലം. ഇന്ന് ധാരാളം പേര് വരാറുള്ളത് ആ പേരിലാണ്. ലോകത്തിൽ ആരും CD കൊടുത്തിട്ടില്ല, അത് കാരണം നമുക്കും CD കൊടുക്കണ്ട എന്നൊന്നും ആരും പറഞ്ഞില്ല. ആ CD വരുന്നതിന് മുമ്പ് നമ്മൾ പ്രസാദമായിട്ട് കൊടുത്തിരുന്ന ഫ്ലോപ്പി ഡിസ്ക് ആയിരുന്നു. ഫ്ലോപ്പി ഡിസ്ക് പ്രസാദമായിട്ട് അമ്പലത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഒരാളും ചോദിച്ചിട്ടില്ല, സാറെന്താ സാറേ ഈ CD ഒക്കെ പ്രസാദമായിട്ട് കൊടുക്കണം, അതൊക്കെ മോശമല്ലേ, ഒരാളും ചോദിച്ചിട്ടില്ല. നമുക്കതിനുള്ള ആത്മവിശ്വാസം വേണം. അപ്പൊ യഥാർത്ഥത്തില് ഏത് തലത്തിലുള്ള മാറ്റം. അവിടെ എല്ലാ ദിവസവും തൊഴാൻ വരുന്നവർക്ക് 7 നോട്ടീസ് വെച്ചിട്ടുണ്ട്. വലിയ നോട്ടീസുകളാണ്. ഒന്നാമത്തേത് മാതാപിതാക്കളോട്, രണ്ടാമത്തെ നോട്ടീസ് വിദ്യാർത്ഥികളെ ഇതിലെ, മൂന്നാമത്തെ നോട്ടീസ് ഭയപ്പാടില്ലാതെ പരീക്ഷ എങ്ങനെ എഴുതണം, നാലാമത്തെ നോട്ടീസ് എങ്ങനെ പഠിക്കണം, പഠിച്ചത് എങ്ങനെ ഓർമ്മിക്കണം. ഇങ്ങനെ 7 നോട്ടീസുകളാണ് വെച്ചിരിക്കുന്നത്. അത് ഏത് നോട്ടീസാണോ കയ്യിലുള്ളത് അത് ഒഴിച്ചുള്ളത് അമ്പലത്തിൽ തൊഴുതു പോകുമ്പോൾ അവർക്ക് എടുക്കാവുന്നതാണ്. ഇത് വേറെ ഏതെങ്കിലും അമ്പലത്തിലുണ്ടോ? അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മുമ്പില് ഒരാകാശത്തിന്റെ വിസ്തൃതിയുള്ള ഒരു പന്താവ് തുറന്നിട്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ കറക്റ്റ് ഒരു വഴി കൂടെ മാത്രമേ ചിന്തിക്കുള്ളൂ. ഞാൻ എൻ്റെ ഭാര്യയോട് പറയാറുണ്ട്, നീ നിരന്തരം ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിൽ നിന്ന് മാറി ഉപ്പുമാവ് ഉണ്ടാക്കാനൊന്ന് ശ്രമിക്കണം. അപ്പൊ അവൾ എന്നോട് ചോദിച്ചു, വേറെ എങ്ങനെയാ ഉപ്പുമാവ് ഉണ്ടാക്കുക? ആദ്യം കടുക് വറുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിൽ കുറച്ച് സവാള അരിഞ്ഞിടാം. സവാള ഏതാണ്ട് ബ്രൗൺ ആയാൽ കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. അതിനുശേഷം കുറച്ച് തക്കാളി അരിഞ്ഞിടാം. അത് കുറച്ച് വഴറ്റി കഴിഞ്ഞാൽ അതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ വറക്കാത്ത റവ സ്ലോലി ഇട്ട് ഇളക്കാം. ഏതാണ്ട് നല്ല ലിക്വിഡ് ആയിരിക്കുമ്പോൾ തന്നെ ഫ്ലെയിം